ഇതുപോലെയുള്ള തംബ്നെയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ? ഇനി അതോർത്ത് വിഷമിക്കേണ്ട, ഈസിയായി തംബ്നെയിൽ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. ഇൻഷോട്ടിലാണ് നമ്മൾ തംബ്നെയിൽ ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ നമ്മളൊരു ഫോട്ടോ ഗ്യാലറിയിൽ നിന്ന് എടുക്കുക. അത് കഴിഞ്ഞ് ആ ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ബാക്കിൽ ഒരു ബ്ലാക്ക് കളർ വരും. നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോയുടെ ബാക്കിൽ ഒരു ബ്ലാക്ക് കളർ വരും. അപ്പം നമുക്ക് ആദ്യം ആ ബ്ലാക്ക് എങ്ങനെ മാറ്റാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ആ ഫോട്ടോ മാത്രമായിട്ട് എടുക്കുക. മാത്രമായിട്ട് എടുത്തിട്ട് താഴേന്ന് സൈഡിലേക്ക് മാറ്റുമ്പം കട്ട് ഔട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ആ കട്ടൗട്ട് ഞെക്കുമ്പോൾ തന്നെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് ഫോട്ടോ മാത്രമായിട്ട് നമുക്കതിനകത്ത് കട്ടൗട്ടായിട്ട് കിട്ടും. പിന്നെ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇറേസ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇറേസ് ചെയ്യാം. ഇറേസ് ചെയ്തിട്ട് ആ ഫോട്ടോ സേവ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ആ വ്യക്തിയുടെ ഫോട്ടോ മാത്രമായിട്ട് കിട്ടും. പിന്നെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം IPL നടക്കില്ല, അന്നേരം RCB vs KKRൻ്റെ ഒരു തംബ്നെയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് അതിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണ്. നമ്മൾ യൂട്യൂബ് സൈസാണ് ഇപ്പോൾ എടുക്കുന്നത്. യൂട്യൂബ് സൈസ് 16:9 അപ്പം യൂട്യൂബ് സൈസ് എടുത്തിട്ട് ആ ഫോട്ടോ ഫുള്ളായിട്ട് അതിൽ കൊടുക്കുകയാണ്. ഫോട്ടോ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് തിരിച്ച് നേരെ നമ്മുടെ അതിലേക്ക് വന്നിട്ട് അതിനകത്ത് താഴെ നോക്കുമ്പോഴത്തേക്ക് പീപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഏത് ഫോട്ടോയാണോ നമ്മൾ എടുക്കുന്നത് അത് എന്നിട്ട് ആഡ് ചെയ്ത് കറക്റ്റായിട്ട് എവിടെയാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സൈഡിൽ കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുകയാണ്. അത് ചെറുതായിട്ട് സ്ക്രോപ്പ് വേണം, ക്രോപ്പൊക്കെ ചെയ്ത് വേണം ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരെ പോയി ഇനി നമുക്ക് വേണ്ടത് ടീമിൻ്റെ എംബ്ലമാണ്. അതിനുവേണ്ടി നമ്മൾ 2 ടീമിൻ്റെ എംബ്ലം അതുപോലെ തന്നെ കട്ടൗട്ട് എടുത്തിട്ടുണ്ട്. ആ കട്ടൗട്ട് എടുത്ത എംബ്ലം രണ്ടും നമ്മൾ പ്ലെയേഴ്സിൻ്റെ അടുത്ത് തന്നെ പ്ലേസ് ചെയ്യണം. അപ്പം 2 ടീമിൻ്റെയും കട്ടൗട്ട് നമ്മൾ പ്ലെയേഴ്സിൻ്റെ അടുത്ത് തന്നെ പ്ലേസ് ചെയ്യുകയാണ്. അതിന് RCBയുടെ പ്ലേസ് ചെയ്തു. ഇനി അതുപോലെ തന്നെ കൊൽക്കത്തയുടെയും ഫോട്ടോ എടുത്ത് നമ്മളവിടെ തന്നെ പ്ലേസ് ചെയ്യുകയാണ്. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കൊൽക്കത്ത വാസ് RCBയുടെ തംബ്നെയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം അതിന് നമ്മൾ നടുക്ക് വാസൊക്കെ ചേർത്തു. പിന്നെ അതുപോലെ തന്നെ ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ അടുത്ത് നമ്മൾ ഇനി IPLൻ്റെ എംബ്ലമൊക്കെ ആഡ് ചെയ്യുകയാണ്. അത് ഇതുപോലെ തന്നെ കട്ട് ചെയ്താൽ മതി. ഫോട്ടോ എടുക്കുക, ഗൂഗിളിൽ കയറി ഫോട്ടോ എടുക്കുക, കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അത് നമ്മൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ട് വെച്ചിട്ട് ചുമ്മാ സിമ്പിളായിട്ട് ചെയ്യാനുള്ളേ ഉള്ളൂ. അപ്പോൾ അവിടെ കൊണ്ട് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ നമ്മൾ അങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതി. എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഓപ്ഷൻ എടുത്തിട്ട് നമ്മളെന്താണോ ടെക്സ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ടെക്സ്റ്റ് ചെയ്യുക. ഞാൻ RCB എന്നാണ് ടെക്സ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ബോർഡറൊക്കെ ചേഞ്ച് ചെയ്യാം, ഷാഡോ ആഡ് ചെയ്യാം, സ്റ്റൈലൊക്കെ മാറ്റി അത് എങ്ങനെയാണോ അങ്ങനെ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഇഷ്ടത്തിന് ചെയ്തിട്ട് അത് കറക്റ്റ് ലെവലിൽ കൊണ്ടുപോയി എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് 2 സൈഡിലെ പോലെ ചെയ്തിട്ട് സേവ് ചെയ്യുക. ഇനി നമ്മൾ ആ ഫോട്ടോയ്ക്കകത്ത് ഇപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ആനിമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ മാറ്റിയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഞാൻ ഉടനെ ഡ്രാഫ്റ്റിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രാഫ്റ്റിൽ നിന്ന് നേരെ എടുക്കുക. എടുത്തിട്ട് താഴെ നിന്ന് നീക്കുമ്പോഴത്തേക്ക് പീപ്പെന്ന് പറഞ്ഞ് കാണും. അതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ആ സെയിം ഫോട്ടോസ് ഒന്നുകൂടെ എടുക്കുക. ഒന്നുകൂടെ എടുത്തിട്ട് കറക്റ്റായിട്ട് ആ ആദ്യത്തെ ഫോട്ടോയുടെ തന്നെ മുകളിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ 2 സൈഡിലും പ്ലേസ് ചെയ്ത് വെക്കുക. പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മൾ ഇതിനകത്ത് ആനിമേഷൻ ആഡ് ചെയ്യാനാണ് നോക്കുന്നത്. ആനിമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി പീപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഏതാണോ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ എടുക്കുക. ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഒരെണ്ണം കൂടെ.
അപ്പോൾ ആ ഫോട്ടോ എടുത്തിട്ട് ആനിമേഷനുള്ള പ്രസ് ചെയ്യുക. ആനിമേഷൻ എടുത്തിട്ട് ഫോട്ടോ എങ്ങനെ നമുക്ക് വേണമെന്നാണ് നോക്കുന്നത്. നമ്മൾ ഈ ഓപ്ഷനാണ് എടുക്കുന്നത്, ഇങ്ങനത്തെ താഴേന്ന് മേളിലേക്ക് വരുന്ന ഓപ്ഷൻ. അപ്പം അത് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതുപോലെ ആഡ് ചെയ്യാം. നമ്മൾ രണ്ട് സൈഡിലും അതുപോലെ ആഡ് ചെയ്യുകയാണ്. അപ്പം ലാസ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ താഴെ ഇങ്ങനെ മേളിലേക്ക് വരും. ഇതാണ് ലാസ്റ്റ് ഇൻപുട്ട് വരുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഇതിന് സേവ് ചെയ്യണമെങ്കിൽ മേളിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്യുക. നമുക്ക് ഏത് സൈസാണോ വേണ്ടത്, 4K ഉണ്ട്, 2K ഉണ്ട്, അതിൽ ഏതാണോ വേണ്ടത് അതെടുക്കുക. ഫ്രെയിം റേറ്റും ഉണ്ട്, ഫ്രെയിം റേറ്റ് 50 ഉണ്ട്, 60 ഉണ്ട്. അത് കൊടുക്കുക, സേവ് ചെയ്താൽ മാത്രം മതി. ഫോർ വാച്ചിങ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക.